മനു, നീ ട്രിപ്പിന് വരുന്നുണ്ടെങ്കിൽ കാശ് സെറ്റാക്കിട്ട് വാ. ഞങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ഇറങ്ങൂട്ടാ. നല്ല മൂടിലാന്ന് തോന്നുന്നു. അപ്പൂപ്പ എന്താന്നറിയില്ല, അപ്പൂപ്പന്റെ കാല് തിരുമ്പി തരാൻ തോന്നി. ഇന്ന് തന്നെ തോന്നിയല്ലോ. പെൻഷൻ കാശൊക്കെ മുടങ്ങാതെ കിട്ടുന്നില്ല അപ്പൂപ്പ? 2000 രൂപ ആണല്ലോ അല്ലേ സർക്കാർ തരുന്നത്? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതൊക്കെ നോക്കാൻ ഇവിടുന്ന സമയം ഞാനല്ലേ ഉള്ളൂ. അല്ലെങ്കിലും അപ്പൂപ്പന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, നിന്റെ ഞെക്കലും പിഴിയലും ഒക്കെ കഴിഞ്ഞിട്ടാട്ടെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ തന്നെ ഈ മനുവിൻ്റെ ഒരു ജീവിതം സപ്ലിയോട് സപ്ലി, തുടരെ തുടരെ കിട്ടുന്ന തേപ്പ്. എന്താ പുതിയ കൊച്ചും പോയോ? പോകുന്നവരൊക്കെ പോട്ടെ അപ്പൂപ്പ, എനിക്കെൻ്റെ അപ്പൂപ്പനില്ലേ, എനിക്കത് മാത്രം മതി. അല്ലെങ്കിൽ തന്നെ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ അച്ഛന് മുമ്പിൽ ചെന്ന് നിൽക്കണം. അവിടെയും സപ്ലിക്കുട്ടൻ എന്ന പേര് മാത്രം ബാക്കി. നാട്ടുകാർ വിളിക്കുന്ന സഹിക്കാം, പക്ഷേ ഇത് വിളിക്കാൻ മുമ്പന്തി നിൽക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയാണ്. അതാ സഹിക്കാൻ പറ്റാത്ത. പോട്ടെ അപ്പൂപ്പ, പോവാണേ. സാധാരണ ഏക്കേണ്ടതാണല്ലോ, ഇതെന്താ ഏക്കാത്തെ? ട്രിപ്പ് എങ്ങോട്ടാ? എന്താ അപ്പൂപ്പ? ട്രിപ്പ് അത് വാഗമണിലോട്ടാ, തണുപ്പൊക്കെ അല്ലേ. പക്ഷെ എൻ്റെ കയ്യിൽ എവിടെ നിന്നാ പൈസ? എന്നാ മോനെ, ട്രിപ്പിനുള്ള കാശ് അപ്പൂപ്പൻ തരാം. എൻ്റെ അപ്പൂപ്പൻ തന്നെ പെൻഷൻ കാശൊക്കെ ഒളിപ്പിച്ച് വെച്ചിക്കല്ലേ കള്ള. തരാം, പോയി ഒരുങ്ങിയിട്ട് വാ, പോകാൻ നേരം തരാം. മതി, അത് മതി, തന്നാ മതി. എന്നാ ഞാൻ പോയി റെഡിയായിട്ട് വരട്ടെ കള്ള. കൊച്ചു കാണാൻ ഇറങ്ങി ഒരു 10 മിനിറ്റ്. വാ. എങ്ങോട്ട്? ട്രിപ്പിനെ. ട്രിപ്പാ? അതെ, നീ എന്താ വിചാരിച്ചേ എൻ്റെ കാശിട്ട് നിനക്ക് സൂഹിക്കാമെന്നോ? ഞാനും സൂഹിക്കട്ടാന്ന്. എന്നാ ഓക്കെ, വിടറാ വണ്ടി. അപ്പൂപ്പന് ക്ഷേമ പെൻഷൻ, എനിക്ക് നോ ടെൻഷൻ.